ശബരിമല തന്ത്രിയെ തീരുമാനിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ബ്രഹ്മദത്തിന് താന്ത്രിക രംഗത്ത് കഴിവുണ്ടോ എന്ന് സമിതി പരിശോധിക്കും. വിദഗ്ധരായ തന്ത്രിമാർ അടങ്ങിയ സമിതിയുടെ അഭിപ്രായം ഹൈക്കോടതിയെ അറിയിക്കും. കണ്ഠര രാജീവരുടെ മകനാണ് ബ്രഹ്മദത്തൻ. RB സനൂപ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് സനൂപ്, ഇതിൽ ബോർഡിന് തീരുമാനിക്കാമെന്നായിരുന്നല്ലോ ഹൈക്കോടതി അറിയിച്ചത്. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു സമിതി വയ്ക്കാൻ കാരണം? ദിവ്യ, ഏകകണ്ഠേന ശബരിമല തന്ത്രിയെ നിയമിക്കുന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തീരുമാനം ഉണ്ടായില്ല. കണ്ഠര രാജീവരുടെ മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയായിട്ട് നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജീവർ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകിയത്. അതിലാണ് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് പോയത്. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. പകരം ബോർഡിനെ തന്നെ തിരിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരുകയും ഇത് അജണ്ടയായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ബ്രഹ്മദത്തിനെ പെട്ടെന്ന് അങ്ങനെ ആക്കുന്നതിൽ എതിർപ്പ് ഉണ്ടായി. തുടർന്നാണ് ഒരു 3-അംഗ സമിതിയെ നിയോഗിക്കാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. തന്ത്രി സമാജത്തിലെ പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമിതി രൂപപ്പെടുത്തുക. കണ്ഠര് ബ്രഹ്മദത്തന് ഈ താന്ത്രിക വിദ്യകളിൽ പരിജ്ഞാനമുണ്ടോ എന്നുള്ള കാര്യം ഈ 3-അംഗ സമിതി പരിശോധിക്കും. തുടർന്ന് ഇവരുടെ അഭിപ്രായം ഹൈക്കോടതിയെ അറിയിക്കാനാണ് നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കേസ് പരിഗണിക്കുന്നത് ഈ മാസം 27-ാം തീയതിയാണ്. അതിനുള്ളിൽ തന്നെ ഈ സമിതിയെ നിയോഗിച്ച് സമിതിയുടെ അഭിപ്രായം ഹൈക്കോടതിയെ അറിയിച്ച് തുടർന്ന് ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ. ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടർ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മദത്തിനെ തന്നെ തന്ത്രിയായിട്ട് നിയമിക്കുകയാണെങ്കിൽ ഈ മാസം ചിങ്ങം 1 മുതൽ അദ്ദേഹം ശബരിമലയിൽ താന്ത്രിക ചുമതല ഏറ്റെടുക്കും. ഇതിൽ സനൂബായി ബ്രഹ്മദത്തന് താന്ത്രിക ചുമതല ഏറ്റെടുത്ത ശീലമുണ്ടോ? നേരത്തെ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഈ PS പ്രസാദിന്റെ ബോർഡിന്റെ അവസാന കാലഘട്ടത്ത് കണ്ഠര രാജീവർക്കൊപ്പം അന്ന് തന്ത്രി ബ്രഹ്മദത്തനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന പോലെ വലിയ ചർച്ചകൾക്ക് വേണ്ടി നിന്നിട്ട് തന്ത്രിയാക്കണമോ എന്നുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ വേണ്ട, എല്ലാവരും ഒരേ സ്വരത്തിലേക്ക് ബ്രഹ്മദത്തിന്റെ പേര് നിശ്ചയിക്കാൻ തീരുമാനിച്ചില്ല. തുടർന്നാണ് ഈ 3-അംഗ സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ആ സമിതി ഇനിയിപ്പോ വിശദമായിട്ട് ഇക്കാര്യത്തിൽ ബ്രഹ്മദത്തനുമായിട്ടുള്ള അഭിമുഖമൊക്കെ നടത്തി ഇത് വേണ്ട തീരുമാനമെടുക്കും.